ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തനം. അപ്പോൾ ഇന്നൊരു ശർക്കര വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വ്യൂസ് കണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ 2 കപ്പ് പച്ചരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ 1 കപ്പ് പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് ശർക്കര ഉരുക്കിയതും 1/2 കപ്പ് തേങ്ങാവെള്ളം കൂടെ ചേർത്ത് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് തരിയായാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിക്ക് ബാക്കിയുള്ള 1/2 കപ്പ് ശർക്കര ഉരുക്കിയതും 1/4 ടീസ്പൂൺ ഈസ്റ്റും അതിൻ്റെ പാതി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങാവെള്ളം കൂടെ വേണമെങ്കിൽ അരക്കാൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങാവെള്ളത്തിലും ശർക്കര ഉരുക്കിയതിലും കൂടിയാണ് ഈ ഒരു മാവ് അരച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ശർക്കര ഒരു 300 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങ നമുക്ക് 2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചിട്ട് ഓവർനൈറ്റ് ഒന്ന് ഈ മാവ് പൊങ്ങാൻ വെക്കുന്നുണ്ട് വട്ടയപ്പത്തിൻ്റെ. അപ്പോൾ പിറ്റേന്ന് രാവിലത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. മാവൊക്കെ പൊങ്ങി മുടിമക്കൊക്കെ വന്നിക്കണ്. അപ്പോൾ ഇത് ഈ മാവൊക്കെ പിന്നെ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്ത് വെച്ചു. പിന്നെ ആ ഒരു സമയം ഇഡ്ഡലി തട്ടിൽ ഇതുപോലത്തെ ഒരു പാത്രം നെയ്യൊക്കെ തടവിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി. അപ്പോൾ ഈ പാത്രം ഒന്ന് ചൂടായി വന്നപ്പോൾ പാതി മാവ് ഞാനിതിലേക്ക് കോരി ഒഴിച്ചു. അപ്പോൾ ഈ സമയം നമുക്ക് വേണമെങ്കിൽ കിസ്മിസോ ബദാമോ അതുപോലെ തന്നെ കാഷ്യൂനട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റും ഉണ്ടാവും, കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനതൊന്നും വെച്ച് കൊടുക്കണില്ല. പിന്നെ അങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ 10-15 മിനിറ്റ് 15 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ വട്ടയപ്പം നമ്മൾ ഒഴിച്ച മാവൊക്കെ അതായത് വെന്ത് നല്ല കറക്റ്റ് പരുവയ്ക്കണ്. ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് വേവാണ്. ചൂട് കുറച്ചൊന്ന് പോയതിനു ശേഷം ഞാൻ പാത്രത്തിൽ നിന്ന് വട്ടയപ്പം വിടിയിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ചൂടൊക്കെ കുറഞ്ഞ പോയപ്പോൾ തന്നെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്തു. നല്ല സോഫ്റ്റും ടേസ്റ്റും ആണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല. നമ്മുടെ ഈ വട്ടയപ്പം ശർക്കര വട്ടയപ്പത്തിന് എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക രുചിയുണ്ടെന്ന്. അപ്പോൾ ഞാൻ 2 വട്ടമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത് നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.